സഞ്ജു മികച്ചൊരു കളിക്കാരനാണ്, അത് നമുക്കറിയാം. എന്നാൽ സഞ്ജു ഇപ്പോൾ മികച്ചൊരു ക്യാപ്റ്റനാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഇന്നത്തെ മാച്ച് രാജസ്ഥാൻ തോൽക്കേണ്ടതായിരുന്നു. എന്നാൽ സഞ്ജു മികച്ച ക്യാപ്റ്റൻസിയിലൂടെ കളി തിരിച്ചു പിടിച്ചു. ഇന്നത്തെ രാജസ്ഥാൻ ഡൽഹി മാച്ച് കഴിഞ്ഞ് ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതിഹാസങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: സഞ്ജു മികച്ചൊരു ക്യാപ്റ്റനാണ്, അവൻ മികച്ച രീതിയിൽ ബാറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഇതുപോലത്തെ ഒരു താരത്തെയാണ് ഇന്ത്യൻ ടീമിൽ നമുക്ക് ആവശ്യം. സഞ്ജുവിനെ ക്യാപ്റ്റൻസി ഏൽപ്പിക്കണം. T20 വേൾഡ് കപ്പിൽ സഞ്ജു കളിക്കണം. സഞ്ജു വളരെ മനോഹരമായിട്ടാണ് ക്യാപ്റ്റൻസി കൈകാര്യം ചെയ്യുന്നത്. അവൻ്റെ ഓരോ തന്ത്രങ്ങളും ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അവൻ്റെ ഫീൽഡ് സെറ്റ്, ബൗളേഴ്സിനെ ചേഞ്ച് ചെയ്യുന്ന രീതി എല്ലാം മനോഹരമാണ്. അവൻ ഗ്രൗണ്ടിൽ കൂളായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അവൻ എന്താണ് തീരുമാനിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷേ തോൽക്കേണ്ട മത്സരം അവൻ തിരിച്ചു പിടിക്കും. അതവൻ്റെ ക്വാളിറ്റിയാണ്. ഇതുപോലത്തെ ക്യാപ്റ്റന്മാരെയാണ് ഇന്ത്യൻ ടീമിന് ആവശ്യം. സഞ്ജുവിനെ ഉടനെ തന്നെ ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കണമെന്നും ഇതിഹാസങ്ങൾ വ്യക്തമാക്കി. രാജസ്ഥാൻ ആരാധകർ ആവേശത്തിലാണ്. അടുപ്പിച്ച് 2 മത്സരം ജയിച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള മാച്ചിലും രാജസ്ഥാൻ ജയിക്കുമെന്നത് ഉറപ്പാണ്. അതുപോലത്തെ പ്രകടനമാണ് രാജസ്ഥാൻ ഇന്ന് കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് റിയാൻ പരാഗ്. കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജുവാണ് വെടിക്കെട്ട് നടത്തിയെങ്കിൽ ഇപ്രാവശ്യം റിയാൻ പരാഗാണ് അടിച്ചു കളിച്ചത്. 84 റൺസ് താരം അടിച്ചുകൂട്ടി. റിയാൻ പരാഗ് ഇന്ന് കളിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ രാജസ്ഥാൻ ഇന്ന് കളി തോറ്റേനെ. ലാസ്റ്റ് ഓവർ വരെ കളി നീണ്ടു. പിന്നീട് ലാസ്റ്റ് ഓവറിലാണ് രാജസ്ഥാൻ കളി തിരിച്ചു പിടിച്ചത്. ഇതിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസിക്ക് തന്നെയാണ്. സഞ്ജു വളരെ കൂളായിട്ടാണ് തന്ത്രങ്ങൾ മെനയുന്നത്. അത് നമ്മൾ TV സ്ക്രീനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ കളിയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.